കേരളത്തിലുടനീളം ഇതിനുള്ള സൗകര്യം ചെയ്യുമെന്നാണ് UDFന്റെ 5 വാഗ്ദാനങ്ങളിൽ ഒന്നായി പറഞ്ഞത്. നിങ്ങൾക്കങ്ങനെ ചിരിക്കണുണ്ട് അയാളെങ്ങനെ നോക്കും. അവിടെ ചിരിച്ചിട്ടൊരു കാര്യമില്ല. കാരണം എന്താ അറിയോ, ഒറ്റ KSRTC ബേപ്പൂർ നടത്തുന്നില്ല. നിങ്ങൾക്കറിയാം, ഒരൊറ്റൊന്നില്ല. ചരിത്രമാണ്. 139 മണ്ഡലങ്ങളിലും KSRTC ഉണ്ട്. ഇവിടെ എവിടെയെങ്കിലും KSRTC കാണിച്ചത്? ഫറൂഖിലുണ്ടോ? രാമനാട്ടുകരുണ്ടോ? കടലുണ്ടിയിലുണ്ടോ? ബേപ്പൂരുണ്ടോ? നല്ലടത്തുണ്ടോ? കുളത്തറയിലുണ്ടോ? ഏതായാലും പെരുമുഖത്തുണ്ടാവില്ലെന്ന് ഉറപ്പുള്ളത്. എന്താ എന്ത് പറയണം? കല്ലമ്പാറ. ഇവരുടെ സ്ഥിതി ആലോചിക്കുന്ന അവിടുന്ന് ആലോചന തുടങ്ങിയാൽ മതി. ഒന്നുമില്ല കേട്ടോ ഈ നാട്ടിൽ. ഞാനൊന്നും പറയുന്നില്ല. നമ്മൾ അടിയന്തരമായി ചെയ്യാൻ ഉദ്ദേശിക്കുന്ന ചില കാര്യങ്ങൾ മാത്രം പറഞ്ഞ് അവസാനിപ്പിക്കണം. ഇവിടെ എന്റെ കണ്ണിൽപ്പെട്ട 3 ഹെൽത്ത് സെന്ററുകൾ കൂട്ടിപ്പോയിട്ടുണ്ട്. ഒന്ന് നല്ലടത്താണ്, ഒന്ന് മാറാടാണ്, ഒന്ന് തൊട്ടടുത്ത കടലുണ്ടിയിലാണ്. എന്താ പൂട്ടിപ്പോകാൻ കാരണം? ഫിറ്റ്നസ് പഴക്കം ചെന്നിട്ട് ബിൽഡിംഗ് ഫിറ്റ്നസ് ഇല്ലാത്തതുകൊണ്ട് PWD നോട്ടീസ് കൊടുത്തതിന്റെ പേരിൽ പൂട്ടിച്ചാണ്. ആ സ്റ്റാഫിനെയൊക്കെ വേറെ സ്ഥലത്തേക്ക് മാറ്റി. ഫിറ്റ്നസ് ഇല്ലാത്ത ബിൽഡിങ്ങുകൾ എന്താ ചെയ്യുക? പെട്ടെന്ന് ഉടനടി അവിടെ ആ ഫിറ്റ്നസ് കിട്ടിയാൽ 6 മാസത്തെ എക്സ്പെരിമെന്റ് വാങ്ങിയിട്ട് ബിൽഡിംഗ് പണിയും. അപ്പോ ഫിറ്റ്നസ് ഇല്ലാത്തതിന്റെ പേരിൽ 3 ഹെൽത്ത് സെന്ററുകളാണ് പൊട്ടിയത്. അങ്ങനെ പലതും. ഇവിടെ സർക്കാർ ആശുപത്രിയിൽ നിങ്ങളെ മണ്ഡലത്തിൽ പ്രസവിക്കാൻ ഭാഗ്യം കിട്ടാത്തവരാണ്. ഇവിടെ പണം കൊടുക്കാതെ പ്രസവിച്ചാൽ ആരെയും ഉണ്ട് അതിൽ? കൗൺസിലർ എന്ന് പറയട്ടെ. നിലമ്പൂർ ആശുപത്രിയിൽ ഒരു ദിവസം ആവറേജ് 20 പ്രസവം നടക്കും. നിലമ്പൂർക്കാർ 2 ആൾക്കാർ വിളിക്കുന്നുണ്ട്. നിങ്ങൾക്ക് ആർക്കെങ്കിലും ബന്ധമുണ്ടെങ്കിൽ വിളിച്ചു ചോദിക്കാം. NICU ഉണ്ട്. കുട്ടികൾക്ക് പ്രസവിച്ച ഉടനെ പ്രീ ബർത്ത് കൊടുക്കുന്ന ബേബീസിന് അടക്കം മെഡിക്കൽ കോളേജ് അടക്കമുള്ള സൗകര്യം നിലമ്പൂർ ആശുപത്രിയിലുണ്ട്. നിങ്ങൾക്ക് അന്വേഷിക്കാം. കേരളത്തിൽ പ്രസവിക്കാൻ ഭാഗ്യം ലഭിക്കാതെ പ്രസവിക്കണമെങ്കിൽ ഈ നാട്ടിലേക്ക് ഒരുപാട് ജനങ്ങളെ കണ്ട് ഞാൻ ജനുവരി 3-ാം തീയതി ഇവിടെ വന്ന പെരുന്നാളിന്റെ അന്ന് വൈകുന്നേരം ഒരു നോമ്പുകാർ നാട്ടിൽ പോയത് ഞാൻ അവിടെ തന്നെ ഉണ്ട്. പകുതി മുക്കാലും ജീവിതത്തിന്റെ 2 അറ്റം മുട്ടിക്കണമെങ്കിൽ സർക്കാരിന്റെ സഹായം ഇല്ലാതെ 1 ഇഞ്ച് മുന്നോട്ട് പോകാൻ കഴിയാത്ത ആളുകൾ. ഇവരെന്താ ചെയ്യാം? ഈ ഇരിക്കുന്ന ആളുകളുടെ കൂട്ടത്തിൽ നിങ്ങളുടെ വീടിന്റെ ആധാരം എത്ര ആളെ കയ്യിലുണ്ട്? ഞാൻ ഇപ്പൊ നിങ്ങൾ ചോദിച്ചാൽ നിങ്ങൾ കയ്യൊന്നിക്കാൻ പറഞ്ഞു. ഒറ്റൊന്നുണ്ടാവില്ല. എല്ലാം സർവീസ് ബാങ്കിലായിരിക്കും. എന്താ കാരണം? അതൊരു പ്രധാന കാരണം ഇത് തന്നെയാണ്. ആരോഗ്യം ചികിത്സക്ക് വേണ്ടിയിട്ട് വീട് പറയാൻ പറ്റുന്നത്. പ്രസവിക്കണമെങ്കിൽ കടക്കാരിയാകേണ്ട ഗതികേട് നിങ്ങൾക്ക് തന്നെയുള്ളൂ. ഡയാലിസിസ് എന്താ ഇവിടുത്തെ സ്ഥിതി? ഹനീഫത്തിലൂടെ ഞാൻ ആദ്യം വന്നപ്പോ അന്വേഷിച്ച കാര്യമാണ്. ആരോഗ്യമാണ് ആദ്യം അന്വേഷിച്ചത്. എടുക്കാനില്ല ഇവിടുത്തെ കാര്യം. 3 മെഷീനല്ല ഒരു താലൂക്ക് ആശുപത്രിയിൽ. ഞങ്ങളിവിടെ സർവേ നടത്തി 1000 ചില്ലാൻ പേഷ്യൻസ് ഉണ്ട് ഡയാലിസിസ് ചെയ്യണം. 3 ആള് ചെയ്താൽ ബാക്കി 990 ചില്ലാൻ ആളുകളും പണം കൊടുത്തിട്ട് ചെയ്യണം. എവിടുന്ന പണം? പഠിച്ചോക്കെ ആക്കട്ടെ. നമ്മളൊക്കെ ഈ ഇരിക്കണം. നമുക്ക് ആരൊക്കെയാണ് കിഡ്നി പേഷ്യൻസ് ആയി മാറിക്കൊണ്ടിരിക്കുന്നത്? നമുക്ക് ഒരു നിമിഷമാണ് ഒരു വയറുവേദന, മൂത്രമൊഴിക്കുമ്പോൾ ചെറിയൊരു പെയിന്, ഡോക്ടറെ അടുത്ത് പോയി 2 ദിവസം അങ്ങനെ നോക്കി. അപ്പോഴേക്കെന്തായി? കിഡ്നി ഒന്ന് പോയിക്കണം, 2ാമത്തേന് ബാധിച്ചാണ്. ഒരു 2 മാസം ട്രീറ്റ്മെന്റ്. അത് കഴിഞ്ഞാൽ പിന്നെ ഡയാലിസിസിലേക്ക് പോകും. ഡയാലിസിസ് പോയെന്താ സ്ഥിതി? ആ കുടുംബം അങ്ങോട്ട് സാമ്പത്തികമായി തകരുകയാണ്. ഒരു ആവറേജ് കുടുംബമാണെങ്കിൽ വീടും പറമ്പും ഒക്കെ വെക്കേണ്ടി വരും. നമ്മൾ കണ്ടുകൊണ്ടിരിക്കുക. ഒരാളെ സഹായിക്കാൻ ഒരു നിലപാട് ഈ ബഹുമാനപ്പെട്ട മന്ത്രി എടുത്തതായിരിക്കും. 61 മെഷീൻ ഉണ്ട് നിലമ്പൂരിൽ. 61 മെഷീൻ. ഞാൻ 2016 MLA ആയി ചെല്ലുമ്പോൾ ഇതായിരുന്നു അവിടുത്തെയും താലൂക്ക് ആശുപത്രിയിലെ സ്ഥിതി. 3 മെഷീൻ ഉണ്ടായിരുന്നു. 20 മെഷീൻ MLA ഫണ്ടിൽ നിന്ന് കൊടുത്തു. ബാക്കി ജനങ്ങൾ നിന്ന് ഈ ഇരിക്കുന്ന ഇഷ്ടിക്കറക്കും വലിയ സംഖ്യ. അപ്പുറത്തിരിക്കുന്ന ഹുസൈൻ, അപ്പുറത്തിരിക്കുന്ന അബ്ദുള്ള, അവരൊക്കെ വിദേശികളാണ്, പ്രവാസികളാണ്. നമ്മളിവിടുന്ന് വിളിച്ച് പറയും ഒരു മെഷീൻ ഇല്ലെങ്കിൽ ഇങ്ങനെ ഇങ്ങോട്ട് വിളിക്കണ്ട കേട്ടോ എന്ന് പറയും. എന്നിട്ട് ഇവരെ അവിടെ നടന്ന് ആളുകളെ കണ്ട് 1 മെഷീൻ തന്നവർ, 2 മെഷീൻ തന്നവരുണ്ട്, 1/2 മെഷീൻ, 1/4 മെഷീൻ, 10 ആൾ കൂടി മെഷീൻ, 20 ആൾ കൂടി ഒരു മെഷീൻ. 8-9 ലക്ഷം രൂപയാണ്. ഞങ്ങൾ ഇപ്പോ ഞങ്ങൾ 2017 ഇത് ആരംഭിക്കുമ്പോൾ 19-18 ലക്ഷമായിരുന്നു. ആ മെഷീനുകൾക്ക് വില കുറഞ്ഞിരിക്കണം. അങ്ങനെ 61 മെഷീൻ. എത്ര ആൾക്ക് ഡയാലിസിസ് ചെയ്യാം?
നീ ഇതൊക്കെ പോട്ടെ, ഞാനിത് സൂചിപ്പിച്ചെന്തുകൊണ്ട് അറിയുന്നത്, ഈ പ്രതിസന്ധി മുഴുവൻ പറയുമ്പോ നിങ്ങൾ വോട്ട് ചെയ്ത് വിജയിപ്പിച്ച നിങ്ങളുടെ പ്രിയപ്പെട്ട മന്ത്രി റിയാസ്ക്ക, 70 വയസ്സാൾക്കാരും പറയും റിയാസ്ക്കാന്ന്. ഞങ്ങൾ ചിലരെ കന്തമിട്ട് ഇങ്ങനെ നോക്കി എന്താണ് പഠിച്ചത്, വിധേയപ്പെടുകയാണ്, നിവൃത്തിയില്ല. 19 കൊല്ലമായിട്ട് ഇവരെ ഭയപ്പെട്ട് ജീവിക്കേണ്ട, അല്ലെങ്കിൽ അവരിൽ നിന്ന് എന്തെങ്കിലും ഒരു സഹായം കിട്ടിയിട്ടില്ലെങ്കിൽ ജീവിതം മുന്നോട്ടുണ്ടാകും. ഞാൻ ഒരുപാട് സഖാക്കളെ കണ്ടു, അങ്ങാടിയിൽ നിന്ന് കാണുമ്പോൾ കൈ കൊടുക്കുമ്പോൾ കൈയിന്റെ ഉള്ളനടിയിൽ ഇങ്ങനെ മാന്തും, കൈയൊക്കെ തോല് വയ്ക്കണം, മാന്തി മാന്തി ഈ കൈ സഖാക്കളെ മാന്തല. ഒരു രക്ഷയില്ല, പുറത്തിറങ്ങാൻ കഴിയില്ല, പറയാൻ പറ്റില്ല, മീശ വിരിക്കും, കണ്ണുരുട്ടും, ഭീഷണിപ്പെടുത്തും, ലൈഫ് പദ്ധതിയിൽ തറയിടാൻ പൈസ കൊടുത്തെങ്കിൽ ബാക്കി കൊടുക്കൂല. ഇതൊക്കെയല്ലേ ഇപ്പൊ ഈ സാധുക്കൾക്ക് അവസാനം കിട്ടാനുള്ളത്. റേഷൻ കാർഡ് മറ്റേ ഡിഗ്രി മാറ്റും, BPL APL ആക്കും, മണ്ടൂല, നാട് മുഴുവൻ അതാണ്. അപ്പോ ഈ ഒരു അവസ്ഥയുള്ള ഘട്ടത്തിൽ ഈ മന്ത്രി പത്രം അടിച്ചങ്ങളൊക്കെ വീട്ടിൽ 2 വട്ടം തന്നിട്ടുണ്ട്. എന്താ പേര് നിങ്ങൾക്ക് വന്നിട്ടുണ്ടാവും പത്രമായിട്ട്, വീട്ടിൽ എന്താ പറയാ, ഉറക്കൊഴിച്ചിട്ട് ഈ ഭാഗമൊക്കെ ഉറങ്ങി കിടക്കപ്പെടുന്നു. ഇത്ര വക്കത്തുനിന്നായി സംസാരിക്കണം. അപ്പോ ആ പത്രത്തിൽ അദ്ദേഹം അടിച്ചു വെച്ചിരിക്കുന്നത് എന്താ പറയുക, അഭിമാനകരമായ നേട്ടമായി കാണിക്കുന്ന ഫറൂഖ് റെസ്റ്റ് ഹൗസ്, PW റെസ്റ്റ്, എത്രയോ കാലമായി ഞാനൊക്കെ സ്കൂളിൽ പോണ കാലത്ത് കാണണം. അതിന്റെ അകത്തളം റിനോവേറ്റ് ചെയ്യാൻ 4.5 കോടി ഉറുപ്പിക ചെലവഴിച്ചത് അഭിമാനകരമായ നേട്ടമാക്കി നിങ്ങളുടെ പ്രിയപ്പെട്ട മന്ത്രി തന്നെ അച്ചടിച്ച് ജനങ്ങൾക്ക് ഇവിടെ ചെയ്ത വികസനങ്ങളെ പറ്റി പറയുമ്പോൾ അതിൽ അഭിമാനകരമായ നേട്ടമായിട്ട് പറഞ്ഞു. അപ്പൊ നിങ്ങൾ ആലോചിച്ചോളൂ, 4.5 കോടി. ഞാൻ പറയുന്ന മരുമോനിസം പറയുമ്പോൾ ചിലവരൊക്കെ നിങ്ങൾക്കുണ്ട്, അങ്ങനെ ഒരു പ്രചരണം ഇവിടെ നടക്കുന്നുണ്ട്. ഞാൻ മരുമോനിസം എന്ന് പറഞ്ഞത് അദ്ദേഹത്തിന് മാത്രമായി ഈ ഗവൺമെന്റിൽ, ഈ മന്ത്രിസഭയിൽ കിട്ടുന്ന പ്രത്യേക അധികാരത്തെ കുറിച്ചാണ്. അതെങ്ങനെയാ? വേറെ ഏതെങ്കിലും ഒരു ഗസ്റ്റ് ഹൗസ് ഇങ്ങനെ നന്നാക്കാനാണെങ്കിൽ സഖാവ് ബാലഗോപാൽ, ഇവിടുത്തെ ഫിനാൻസ് മിനിസ്റ്റർ, ഇത് ക്ലിയറൻസ് കൊടുക്കൂല, കൊടുത്തിട്ടില്ല, എനിക്ക് ഉറപ്പാ, ഇയാൾക്ക് കിട്ടുള്ളൂ. ഈ പ്രതിസന്ധി മുഴുവൻ നിങ്ങളെ നാട്ടിൽ നിൽക്കുമ്പോ ബേപ്പൂര് പൂരം നടത്താൻ ഫെസ്റ്റ് എന്ന പേരിട്ട് 4 കൊല്ലം കൊണ്ട് സർക്കാർ കൊടുത്ത പൈസ 24.5 കോടി ഉറപ്പിക്ക. എന്തിനാ ഫെസ്റ്റിന് സർക്കാർ ചെലവഴിക്കുന്നത്? ഇവിടുത്തെ 10 ഇരട്ടി ആളുകൾ വരും എല്ലാ വർഷവും ഞങ്ങൾ നടത്തുന്ന നിലമ്പൂർ പൂരം. ലക്ഷക്കണക്കിന് ആളുകൾ വരുന്ന, പതിറ്റാണ്ടുകളായിട്ട് അവിടെ നടന്നു വരുന്ന കാര്യമാണ്. ജനങ്ങള് അവിടെ പിരിവെടുത്ത് സ്പോൺസർമാരാ കൊടുക്കുക. ഈ 24 കോടി ഉറുപ്പിക മൂക്കിൽ വലിച്ചു പോയി. ആർക്കാണ് പെർമിഷൻ കിട്ടി? ഈ മന്ത്രിക്കല്ലാതെ. തിരുവനന്തപുരം എയർപോർട്ട് കേന്ദ്ര ഗവൺമെന്റ് വിൽക്കാൻ പബ്ലിഷ് ചെയ്തപ്പോ സ്റ്റേറ്റ് ഗവൺമെന്റ്, ഞാനടക്കം MLA ആയിരിക്കുമോ 3.5 കൊല്ലം മുമ്പ്, ഗവൺമെന്റ് പറഞ്ഞു ഞങ്ങൾ പർച്ചേസ് ചെയ്തോളാം, ഇത് പുറത്തേക്ക് വെക്കരുത്, ഇത് പൊതുമുതലാണ്. കേന്ദ്രം സമ്മതിച്ചില്ല. 7000 ചില്ലാനും കോടിക്ക് സംസ്ഥാനം വാങ്ങാൻ തയ്യാറാണ് എന്ന് പറഞ്ഞ ഗവൺമെന്റാണ് ഈ പിണറായി ഗവൺമെന്റ്. അതിന് സാധിക്കുന്ന അതേ ഗവൺമെന്റ് ഫറൂഖിലെ സ്റ്റീൽ കോംപ്ലക്സ്, അവിടെ ജോലി ചെയ്ത ആരെങ്കിലും കൂടെ ഉണ്ടാവും. 12,000 ആളുകൾ ജോലി ചെയ്ത് ജീവിച്ചിരുന്ന ഉറുപ്പിക വിറ്ററിയങ്ങള് 33 ഏക്കർ സ്ഥലം 32 കോടി ഉറുപ്പിക. എത്ര സമരം UDF നടത്തി? ആരാ വാങ്ങിയത്? ആർക്കും അറിയില്ല. എന്താ കമ്പനിയുടെ പേര്? ഒരു ഛത്തീസ്ഗഡ് എന്ന് പറയുന്ന ഒരു എന്താ പറയാ, ബംഗ്ലാദേശിന്റെ ബോർഡറിൽ കിടക്കുന്ന ഒരു സ്റ്റേറ്റ് ആണ്. പലതവണ വിവരാവകാശം കൊടുത്തു, ഒന്നിനും മറുപടിയില്ല. ചീഫ് സെക്രട്ടറി പരാതി കൊടുത്ത് മറുപടിയില്ല. ഏതാണ് ഈ കമ്പനി അറിയണം, എങ്ങനെയാണ് വിറ്റത് അറിയാൻ ആളെ വിട്ടു. ഞാൻ ഇവിടെ വന്നതിന് ശേഷം ഛത്തീസ്ഗഡിലേക്ക് ഒരാഴ്ച തെരഞ്ഞിട്ടാണ് ആ കുഗ്രാമത്തിലെത്തിയത്. അങ്ങനെ ഒരു ഓഫീസും ഇല്ല, കമ്പനിയില്ല, റോഡ് പോലും ഇല്ലാത്തൊരു കുഗ്രാമത്തിലെ അഡ്രസ് കൊള്ളയടിച്ചു പോയതാ. ഇപ്പൊ ഈ ഇടുങ്ങിയ ഈ റൂട്ടിൽ ഒരു കാറ് വന്നാൽ, ഒരു സൈക്കിൾ വന്നാൽ പോകാത്ത ഇവിടെയൊക്കെ ഒരു സെന്റിന് എന്താ വില? ഇവിടെ വില ആരോടല്ല, ഇവിടെ വീട് വെക്കുന്ന സെന്റിന് എന്താ വില? 6 റുപ്യ 5 റുപ്യ. നിങ്ങളുടെ നാലേക്ക് 50 ലക്ഷം ഉറുപ്പിക സെന്റിന് വില കിട്ടുന്ന നാഷണൽ ഹൈവേന്റെ വക്കത്താണ് നിന്റെ സ്ഥലം. 1 കിലോമീറ്റർ ഫ്രണ്ടേജല്ലേ 97,000 റുപ്യക്ക് സെന്റിന് വിറ്റത്. ഇവിടെ പറയാ 4, 5, 3 ലക്ഷം.
400 കോടി ഉറുപ്പികയുടെ നിങ്ങളുടെ മതിൽ, 12,000 ആളുകൾ തൊഴിൽ ചെയ്തിരുന്ന ഈ നാടിന്റെ മതില് കിടക്കണേ. ആരെയുണ്ടോ ചോദിക്കാൻ? ആരെങ്കിലും ഉണ്ടോ പറയാൻ? ആർക്കാ പരാതി കൊടുക്കുക? എത്ര പരാതി ഗവൺമെന്റിൽ ഞാൻ രാജിവെച്ച ശേഷം കൊടുത്താണ് നിങ്ങൾക്കറിയാലോ. ഒന്നുമില്ല. ഇതാ പറയുന്നത് ഫാസിസം. പരാതി കൊടുത്തവനെ പ്രതിയാക്കും. ഇത് മുന്നോട്ട് പോകണമെന്ന് നിങ്ങൾ ആലോചിക്കേണ്ടത്. ഞാൻ വിശദീകരിക്കണില്ല. ഇവിടെ മാറണം. നിങ്ങൾക്ക് ഇതൊക്കെ ഏകദേശം അറിയാം. നിങ്ങൾ ജനങ്ങളോട് പറയണത് ഇവിടെ നമുക്ക് മാറ്റം ഉണ്ടാക്കണം. 3 കാര്യം നിങ്ങൾക്ക് അടിയന്തരമായി ഞാൻ ഉറപ്പുതരാം. നാളെ ഇവിടെ വിജയിച്ച MLA ആയി UDF ഗവൺമെന്റ് അധികാരത്തിൽ വന്ന് മെയ് അവസാനം, ജൂൺ, ജൂലൈ, ഓഗസ്റ്റ്, സെപ്റ്റംബർ 1-ാം തീയതി നിങ്ങൾ എഴുതി വെച്ചോളൂ. നിങ്ങളുടെ സഹോദരിമാർക്ക് പ്രസവിക്കാനുള്ള സൗകര്യം 90 ദിവസം ഇവിടെ ആശുപത്രിയിൽ ഉണ്ടാവും. ഒരു തർക്കമുള്ള കാര്യമല്ല, വാക്കല്ല, ഉറപ്പാണ്. നടപ്പിലാക്കും. ഒരു പണിയില്ല. ഞാൻ ആകാശത്ത് എന്താ പറയുക, ഈ ചങ്ങാതി ഒന്ന് ഫോൺ വിളിച്ച് പറഞ്ഞാൽ തീർന്ന പ്രശ്നമുള്ളത്. ഒരു മിഡ്വൈഫിനെയും ഒരു അഡീഷണൽ നഴ്സിനെയും ചില്ലറ സൗകര്യങ്ങൾ കൊടുത്താൽ ഈ സംഗതി നടക്കും. അതുകൊണ്ടാണ് ഇത്ര ഉറപ്പിൽ ഞാൻ പറയുന്നത്. ഒരു ഫോൺ കോൾ കൊണ്ട് ജനങ്ങളുടെ പ്രശ്നം പരിഹരിക്കാൻ പറ്റും. അത് ചെയ്തിട്ടില്ല. ഡയാലിസിസ് ഞാൻ പറഞ്ഞു, അത് നിങ്ങൾ മനസ്സിലാക്കിയോടെ. 6 മാസത്തെ സമയം നമ്മളോട് ചോദിക്കുന്നു. ഒരു 10 മെഷീൻ ഏറ്റവും ചുരുങ്ങിയത് ഇവിടെ നമ്മൾ ആരംഭിക്കും. അവിടെ നമ്മൾ തുടരും. നമ്മളെ യാത്ര. ഇവിടെ നിങ്ങളെ കുട്ടികൾക്ക് സ്കൂൾക്ക് പോകാൻ എവിടെയെങ്കിലും ബസ് ഉണ്ടോ? ഈ കടലണ്ടിയിൽ UP സ്കൂളില്ല ഗവൺമെന്റ്. ആലോചിക്കാൻ പറ്റും. UP സ്കൂൾ, ഹൈസ്കൂളില്ല, ഹയർ സെക്കൻഡറി ഇല്ല. 2 അംഗനവാടി ആൾക്കാർ പോയി നോക്കുമ്പോൾ അതേപോലെ അൺഫിറ്റ് ആയിട്ട് ബിൽഡിംഗ് പൊളിക്കാൻ വേണ്ടി ഓർഡറായിട്ട് 2.5 മാസം നിർത്തിയിട്ടു. ഇപ്പൊ കഴിഞ്ഞ വർഷം ആ അംഗനവാടിയിലെ കുട്ടികളുടെ രക്ഷിതാക്കൾ അവിടുത്തെ ആയമാരും കൂടിയിട്ട് ഒരു കെട്ടിടത്തിന്റെ പുറകിൽ ഒരു ചായ്പ് കെട്ടിയിട്ട് അവിടെ അംഗനവാടി പ്രവർത്തിക്കുക. ഉപമുഖ്യമന്ത്രിയുടെ നാട്ടിൽ. അപ്പോ 6 മാസം കൊണ്ട് നമ്മളത് ആരംഭിക്കും. ഒരു കാര്യം കൂടി നമുക്ക് ഉറപ്പ് വരികയാണ്. ഞാൻ ഈ നാട് മുഴുവൻ പരിശോധിച്ചിട്ട് ഈ പറയുന്ന സ്കൂളുകളിൽ, ഗവൺമെന്റ് സ്കൂളിലും എയ്ഡഡ് സ്കൂളിലും കുട്ടികൾ മുഴുവൻ ഈ ഓട്ടോറിക്ഷയിലും വാനിലും കുത്തി നിറച്ചാൽ പോകുന്നു. 1-2 സ്കൂളുകളിലൊക്കെ അവിടെ PTA പിരിവെടുത്ത് 2010-ലെയും 15-ലേക്ക് പഴയൊരു ബസ് ഒരു മാനേജ് ചെയ്യുക, എങ്ങനെയൊക്കെയോ കുത്തിയിരിക്കും. ഒരു ഓട്ടോറിക്ഷ നിങ്ങളുടെ കുട്ടികൾക്ക് പഠിക്കാൻ സ്കൂളിലേക്ക് പോകാൻ MLA ഫണ്ടിൽ നിന്ന് കൊടുക്കാം. 6 കോടി എല്ലാ വർഷവും MLAക്ക് ചെലവഴിക്കേണ്ട ഇങ്ങനത്തെ കാര്യത്തില മണ്ഡലത്തിലെ സ്പെഷ്യൽ ഫണ്ടായിട്ട് ഒരു ഓട്ടോറിക്ഷ വാങ്ങിക്കൊടുത്തിട്ട് 23 ബസ് കൊടുത്തിട്ടുണ്ട്. PV എന്ന് പറഞ്ഞ നിലമ്പൂരില് ഗവൺമെന്റ് സ്കൂളിൽ ഒരു കുട്ടിയുടെ പ്രൈവറ്റ് വണ്ടി പോകുന്നത് സാധ്യമാണ്. തീർത്തും ഉറപ്പിച്ച് പറയണം, എല്ലാ സ്കൂളുകൾക്കും UP സ്കൂൾ ഉൾപ്പെടെ നമ്മുടെ കുട്ടികൾക്ക് പോകാനുള്ള ബസ് ആദ്യത്തെ തവണയും 2ാമത്തെ തവണയും 2 ടേമിലായിട്ട് നിങ്ങൾക്ക് വാങ്ങിത്തരും എന്ന് ഈ അവസരത്തിൽ ഉറപ്പില്ല. ഇത്ര ഉറപ്പ് ഇപ്പൊ എനിക്ക് തരാൻ കഴിയുള്ളൂ. അതിലപ്പുറം അങ്ങനെ പോരുമ്പോൾ 10,000 കോടിന്റെ ഡെവലപ്മെന്റും 20,000 കോടി ഡെവലപ്മെന്റ് 5,000 കോടി ഡെവലപ്മെന്റ് ഒക്കെ കാണുന്നുണ്ട്. അത് കടലാസിലും ബാനറിലും ആണ് എന്നല്ല നിങ്ങൾക്കൊക്കെ അറിയാം. അതുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുകയാണ്. നിങ്ങളൊരു കാര്യം നിങ്ങൾ മനസ്സിലാക്കിക്കൊള്ളേ, ഈ വോട്ട് നിങ്ങൾ അഭ്യർത്ഥിക്കുന്നത്, നിങ്ങൾ ഈ വെയിൽ കൊണ്ട് ഞാൻ നടക്കുന്നത്, അതിന് ഈ നാട്ടിലെ ഏതെങ്കിലും സാധുക്കൾക്ക് അതിന്റെ ആശ്വാസം ഉണ്ടാകുന്ന ഉറപ്പാണ്. അതിന്റെ കൂലി പഠിച്ചവനെടുത്ത് കിട്ടും എന്ന് മനസ്സിലാക്കിയിട്ട് എന്താ പറയാ, ഒരു കാരുണ്യ പ്രവർത്തനമായി ഈ തെരഞ്ഞെടുപ്പ് നിങ്ങൾ കണ്ടോളൂ. ശാബ്ദങ്ങൾ ഫൗണ്ടേഷന്റെ കീഴിൽ ഏറ്റവും കൂടുതൽ പെയിൻ ആൻഡ് പാലിയേറ്റീവ് സംവിധാനങ്ങളൊക്കെ ഉള്ള പ്രദേശവും വാർഡുകളും ജനങ്ങൾക്ക് വലിയ ആശ്വാസം നൽകുന്ന ആളുകളാണ്. നിങ്ങൾക്ക് ഇതിലൊരു പ്രത്യേക വികാരവും ആവേശവും ഉണ്ടാവും എനിക്കറിയാം. ആ നിലക്ക് നിങ്ങൾ ഇതിനെ കണ്ട് ഒരു നാടിന്റെ പൊതു നന്മയായിട്ട്, എനിക്കിപ്പോ ഈ വെയിലും കൊണ്ട് ഇവിടെ നടന്ന് ഈ കഷ്ടപ്പെട്ട് നിങ്ങളെ മുമ്പിൽ വരുന്ന കാര്യം നിങ്ങൾക്ക് അറിയാലോ. ഇവിടെ ഇപ്പൊ മലപ്പുറത്ത് വേണമെങ്കിൽ ഏത് സീറ്റിലേക്ക് മത്സരിക്കാം. 3 മാസമായി നിങ്ങളൊക്കെ നേരത്തിന് ഭക്ഷണം കഴിക്കാൻ നേരത്തിന് കിടന്നുറങ്ങുക. ഞാൻ ഉറങ്ങലുമില്ല. എന്താ പറയാ, കിട്ടിയ ഭക്ഷണം കിട്ടിയ ഭക്ഷണം തന്നെ കഴിക്കാനുള്ള എന്താ പറയുക ശാരീരിക അവസ്ഥ ഉണ്ടാവും. ഇങ്ങനെ ഈ കഷ്ടപ്പെട്ട് വരുന്നതിന്റെ കാരണം നമ്മൾ ആരംഭിച്ച ഈ പിണറായിസം ഇത് അവസാനിപ്പിക്കണം. ഇവിടെ ഇപ്പൊ എല്ലാവരും ഉണ്ട്. നമ്മൾ ഹിന്ദു, മുസ്ലിം, ക്രിസ്ത്യാനിയൊക്കെ നമ്മൾ അങ്ങാടിയിൽ നിന്നൊക്കെ പോക്കരും ജോസഫ് ഏട്ടനും ഭാസ്കരേട്ടനും ഒരു ചായ വാങ്ങി 3 ആയി
മുറിച്ച് കുടിച്ച് വീട്ടിലേക്ക് സന്തോഷത്തോടു കൂടി നാട്ടുവർത്താനം പറഞ്ഞു പോകുന്ന ഈ നാടിനെ ഫാസിസത്തിന്റെ മൂലയിൽ കൊണ്ട് ഒതുക്കാൻ പിണറായി നടത്തിയ പല ശ്രമങ്ങളും അതിനെതിരെയാണ് നമ്മൾ ശബ്ദമുയർത്തിയത്. ഈ നാട്ടിലെ സാധാരണക്കാരെയും തൊഴിലാളികളെയും പാടെ ഉപേക്ഷിച്ചു. ആശാവർക്കർമാരാരെയുണ്ട് അവിടെ? അവർക്ക് കിട്ടുന്ന കൂലി എത്ര അറിയാം നമുക്ക്? ഒരു ദിവസം, ഒരു മാസം 7,200 രൂപ, 232 രൂപ. ആ സാധി 26,000 വരുന്ന സ്ത്രീകളെ ഉള്ളൂ. ആ സഹോദരിമാർ 9 മാസം സമരം നടത്തി സെക്രട്ടേറിയറ്റിന് മുമ്പിൽ ഒരു 100 രൂപ കൂട്ടിത്തരാൻ, ഈ 232 ഒരു 300 ആക്കി തരാൻ 5 പൈസ 9 മാസം നടത്തിയിട്ട് ആ സമരം നിർത്തി പോരുമ്പം വരെ ഇങ്ങനെ കെട്ടിപ്പിടിക്കുക. അദാനി അംബാനിയും വാസവല്ലേ, തടിച്ച കുപ്പായക്കെട്ട് വരുന്ന മന്ത്രിയുടെ സഖാവ് വാസവൻ കണ്ടിട്ടില്ല? പോർട്ട് ഉദ്ഘാടനം ചെയ്യുന്നത് അദാനി ഞങ്ങൾ കെട്ടിപ്പിടിച്ചിട്ട് വിടാൻ തോന്നലോ ഒപ്പഴും. എന്നിട്ട് ഇങ്ങനെ പറയാൻ ആവേശത്തോടു കൂടി അന്നത്തെ പ്രസംഗത്തിൽ ഞങ്ങളുടെ പാർട്ട്ണർമാരാണ് അദാനി, കണ്ടില്ലേ ഞങ്ങൾ ഇനിയും ഭയങ്കര ആവശ്യം വേണ്ടി. ബേപ്പൂരിന്റെ മയ്യത്തെടുക്കാനായിരിക്കണേ, അത് ബേപ്പൂർ പോർട്ടിന്റെ. ഞാനവിടെ ഇങ്ങനെ നടന്നു നോക്കുമ്പോൾ അതിലൊരു കള്ളക്കണി എനിക്ക് ഫീൽ ചെയ്തു. ഈ 10 കൊല്ലമായിട്ട് അങ്ങോട്ട് തിരിഞ്ഞു നോക്കാത്ത, ക്രെയിൻ പോലും വാങ്ങിക്കൊടുക്കാതെ വമ്പൻ നഷ്ടത്തിലാണ് ആ പോർട്ട്. അപ്പൊ കണക്കുണ്ടാക്കണം നഷ്ടത്തിന്റെ 5-8 കൊല്ലത്തെ. എന്നിട്ടോ അദാനിക്കുട്ടിക്ക് കൊടുക്കണം. മനസ്സിലായോ? കള്ളന്മാരാണ് നിങ്ങൾ ശ്രദ്ധിച്ചോളൂ, കള്ളന്മാർ. അങ്ങനെ ഒരു ഗൂഢാലോചന അതിന്റെ പിന്നിലുണ്ടോ എന്ന് ഞാൻ സ്വയം ആലോചിക്കുന്നുണ്ട്. ഈ രീതിയിലാണ് ഇവിടുത്തെ എല്ലാ കാര്യങ്ങളും. അതുകൊണ്ട് നമ്മൾ ഒരു സത്യത്തിനും ഒരു നീതിക്ക് വേണ്ടിയുള്ള പോരാട്ടമാണ്, രാഷ്ട്രീയ പോരാട്ടമല്ല ഇത്. ഇവിടെ പിണറായിസത്തിനെതിരെ LDF UDF പോരാട്ടം നിങ്ങൾ തെറ്റിദ്ധരിക്കണ്ട. പിണറായിസത്തിനെതിരെ ജനങ്ങൾ ഒറ്റക്കെട്ട. അത് നമ്മളിവിടെ കാണും. ഒരു മാറ്റം ഉണ്ടാവും. അതിന് നിങ്ങളെല്ലാവരും പ്രാർത്ഥിക്കുക, നിങ്ങൾ പ്രവർത്തിക്കുക. 4 അന്വർമാരുണ്ട്. അന്വറിന്റെ പേരെന്നെ നിങ്ങൾ പറയുന്നു. ആ നിലമ്പൂർ എന്ന ചെങ്ങായിന്റെ ചിഹ്നം എന്ന് പറഞ്ഞാൽ ഏത് സിലിണ്ടർ ഗ്യാസ് പറ്റി 6ാമത്. ഇത്ര ഭയാണ് ജനങ്ങൾ. PV അൻവറിന് ചെയ്യുന്ന വോട്ട് വളഞ്ഞ വഴിയിൽ. അപ്പൊ ഈ വഞ്ചന എത്രത്തോളം ഉണ്ടെങ്കിൽ ആലോചിക്കുക. എന്ത് നീതി, എന്ത് ന്യായം, എന്ത് ബുദ്ധി, ഒക്കെ വളഞ്ഞ വഴിയാ. മുപ്പര റീലൊക്കെ കണ്ടിട്ടില്ല നിങ്ങള്? ഒക്കെ രാത്രിയാ. പകലെടുത്ത റീൽ ഈ നാടിനെ അധികം കണ്ടണം. രാത്രിയിലെ കളർഫുള്ളായ ലൈറ്റ് ഇട്ടിട്ട് ഈ മരത്തുമൊക്കെ ഒരു ലൈറ്റ് ഇങ്ങനെ അടിച്ച രാത്രിയാകുമ്പോൾ നമ്മളിങ്ങനെ നോക്കിയാൽ എന്തോ ഒരു രസമാണ്. ഈ വീട്ടുമൊക്കെ 2 ലൈറ്റ് മതിൽമലൊക്കെ കണ്ടില്ല, ഇപ്പൊ എല്ലായിടത്തും ലൈറ്റാണ്. എന്തൊരു ഭംഗിയ രാത്രി. രാവിലെ പോയി നോക്കിയാൽ മരുഭൂമി അതിനുള്ളത്. ഇങ്ങനെ പറ്റിച്ച അതേ രീതി തന്നെയാണ് ഇവിടെ ഈ വോട്ടിലും അവലംബിക്കുന്നത്. അതുകൊണ്ട് ഈ വഞ്ചന രാഷ്ട്രീയം, ഈ അടിമത്വം അത് അവസാനിക്കും. ഒറ്റ വരി കൂടി പറഞ്ഞാൽ നിർത്തുക. നിങ്ങൾക്ക് പറ്റിയ തെറ്റെന്താ അറിയാം? നിങ്ങൾ ഈ നാടിന് നമ്മൾ 5 കൊല്ലം കൂടുമ്പോൾ തെരഞ്ഞെടുപ്പാണ്. എന്തിനാ ഈ തെരഞ്ഞെടുപ്പ്? 5 കൊല്ലം കൂടുമ്പോൾ 10 കൊല്ലം ആക്കി, അല്ലെങ്കിൽ 15 കൊല്ലം ആക്കി. ഭരണഘടന പറയുന്നത് എന്താ അറിയാം? നിങ്ങള് 5 കൊല്ലത്തിന് തെരഞ്ഞെടുപ്പ് വെച്ചത് ജനങ്ങൾ തെരഞ്ഞെടുത്ത് വോട്ട് ചെയ്ത് അയക്കുന്ന ജനപ്രതിനിധികൾ ആ ജനങ്ങളുടെ വികാരത്തോടൊപ്പം ആ നാടിന്റെ നന്മയ്ക്ക് വേണ്ടി പ്രവർത്തിച്ചില്ലെങ്കിൽ അവരെ മാറ്റി പുതിയ ആളുകളെ തെരഞ്ഞെടുക്കാനാണ് ഭരണഘടന തെരഞ്ഞെടുപ്പിന് വെച്ചിട്ടുള്ളത്. 5 കൊല്ലത്തിൽ ബേപ്പൂരുകാരെ സംഗതി എന്നെ മറന്നു. അതാണ് ഈ ദുരനുഭവം. അല്ലെങ്കിൽ ആളുകൾ ചോദ്യം ചെയ്യപ്പെടും. അതുകൊണ്ട് ഈ തെരഞ്ഞെടുപ്പെങ്കിലും ബുദ്ധിപൂർവ്വം ഉപയോഗിക്കാനുള്ള നിലപാടുകൾ മറ്റുള്ളവരോടുകൂടി പറഞ്ഞ് അവരെ പഠിപ്പിച്ച് ബോധ്യപ്പെടുത്തി ഈ രീതിക്ക് വേണ്ടിയുള്ള പോരാട്ടം നമുക്ക് വിജയിക്കണം. അതിന് നിങ്ങളുടെ എല്ലാവരുടെയും പിന്തുണയും പ്രാർത്ഥനയും ഉണ്ടാകണമെന്ന് പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കുന്നു. നന്ദി, നമസ്കാരം. അസ്സലാമു അലൈക്കും. മറ്റുള്ളവർക്ക് എല്ലാവർക്കും സ്നേഹ നമസ്കാരം.